സാറേ വിശേഷിച്ചിരിക്കട്ടെ. നമ്മുടെ പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസസ് സൺഡേ സ്കൂളില് പ്രത്യേകമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് അത് നമ്മള് ഫേസ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമില് 9ാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മറ്റ് സൺഡേ സ്കൂളുകൾക്ക് മാതൃക നൽകുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അത് പ്രകാരം നിങ്ങൾ ഇന്നൊരു സൺഡേ സ്കൂൾ ഡയറക്ടറി ഒന്ന് പുറത്തിറക്കി. അപ്പോൾ അത് എന്താണെന്ന് പറയാമോ? അതായത് പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസസ് സൺഡേ സ്കൂളില് ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ വർഷം ചെയ്തത് ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ കുട്ടികളുടെ ഒരു ഡയറക്ടറി നമ്മൾ ഒത്തിരി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഓരോ ക്ലാസ് വൈസ് കുട്ടികളുടെ പേര്, മാമോദീസ പേര്, അതുപോലെ തന്നെ അപ്പന്റെ അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ ഒപ്പം തന്നെ മാമോദീസ ഡേറ്റ്, തലതൊട്ടപ്പന്റെയും തലതൊട്ടമ്മയുടെയും പേര്, അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തി അവർ ഏത് കുടുംബ യൂണിറ്റിലാണോ ഉള്ളത് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഓരോ ക്ലാസ് വൈസ് ഒരു ഡയറക്ടറി ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ഡയറക്ടറി, ഇതാണ്. ഓക്കെ. അതിൽ ഒരു ക്ലാസ് ബൈബിൾ നഴ്സറി മുതൽ 15ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് കിട്ടും. അപ്പൊ കുട്ടികളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. നമ്പറും പരമാവധി കളക്ട് ചെയ്യുന്നുണ്ട്. അതെ, അപ്പന്റെ അമ്മയുടെയും ഫോൺ നമ്പറും ഉണ്ട്. അമ്മയുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അങ്ങനെ ഫോൺ നമ്പർ മുഴുവനുണ്ട്. പിന്നെ അവരുടെ പേര്, തലോട്ടപ്പന്റെ പേര്, തലട്ടമ്മയുടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവരുടെ സമഗ്രമായ കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നിങ്ങൾ ഈ ബാപ്റ്റിസ്റ്റിന്റെ സാധാരണ നമ്മുടെ ബർത്ത്ഡേ ഒക്കെയാണ് സാധാരണ വിഷ് ചെയ്യുന്നത്. അപ്പൊ പള്ളിയിൽ ഇന്ന് ബാപ്റ്റിസം ഈ ആഴ്ച മാമോദിസ തീയതികളുള്ള കുട്ടികൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന പോലെ ബാപ്റ്റിസ്റ്റിന്റെ വിഷസ് കൊടുക്കുന്ന കണ്ടു. അപ്പൊ അത് എന്താണ്, അതൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് നമ്മൾ ബർത്ത്ഡേ എല്ലാവരും ആഘോഷിക്കാറുണ്ട്, വളരെ ആഘോഷപൂർവ്വം നമ്മൾ വീടുകളിലും പള്ളികളിലൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. പക്ഷെ മാമോദിസ തീയതി എല്ലാവരും മറന്നുപോയി. കാരണം കുട്ടികൾക്ക് അത് ബർത്ത്ഡേ എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിലും മാമോദിസ തീയതി ഓർമ്മയില്ല. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മാമോദിസ തീയതിയാണ് ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കുട്ടികളെല്ലാം മാമോദിസ തീയതി കളക്ട് ചെയ്തു. പിന്നെ ഇതുപോലെ ഒരു മൊമെന്റോ തയ്യാറാക്കി. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മൊമെന്റോ തയ്യാറാക്കിയിട്ട് പേരെഴുതാൻ സ്ഥലമുണ്ടെന്ന്. അതില് ഇന്ന് ഞാൻ ഈശോയിൽ ജനിച്ച ദിവസം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കോള എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ 2ാം തീയതി നവംബർ 2-ന് മാംസത്തിൽ സ്വീകരിച്ച കുട്ടികളുണ്ടാവും. അപ്പൊ അവരുടെ ഡേറ്റ് കൂടെ എഴുതിയിട്ട് കുട്ടികൾ കൊടുക്കും. ഒരാഴ്ച, ഈ ഞായറാഴ്ച കൂടെ അടുത്ത ഞായറാഴ്ച വരെയുള്ള മുഴുവൻ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഓരോ മൊമെന്റ് കൊടുക്കും. അപ്പൊ അവർക്കും അധ്യാപകർക്കും കൊടുക്കും. കുട്ടികൾക്ക് അധ്യാപകർക്കും കൊടുക്കും. അതൊരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ്, ഒരിടത്തും കണ്ടിട്ടില്ല. വെരി ഗുഡ്. പിന്നെ ഈ ദൈവവചനം വളരെ രസകരമായി കുട്ടികളെ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വചനം പഠിക്കുക എന്നുള്ളത് വിശ്വാസ പരിശീലനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണല്ലോ. അപ്പം അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് വചനം പഠിക്കുന്നത് നമ്മൾ സൺഡേ സ്റ്റാർ ആണ് ഉദ്ദേശിക്കുന്നത്. സൺഡേ സ്റ്റാർ നമ്മൾ പുതിയ രീതിയിൽ ചെയ്യുകയാണ്. അതായത് നമ്മളൊരു ആഴ്ചയിൽ 5 വചനം ഒരു കുട്ടി പഠിച്ചു വരുന്നു. അത് ആ കുട്ടി അതിലൊരു വചനം നമ്മൾ ബോക്സിൽ എഴുതിയിടും. ആ ബോക്സിൽ നിന്ന് എടുക്കുന്ന ആ കുട്ടി ആ വചനം പറയുന്നു. ആ ആഴ്ച പഠിച്ച 5 വചനം പറയുകയും ചെയ്യുന്നു. ആ കുട്ടി സൺഡേ സ്റ്റാർ ആകുന്നു. അപ്പൊ നമ്മൾ ഇത് നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 40ഓളം ക്ലാസ്സുകളാണ് സൺഡേ സ്കൂൾ ക്ലാസ്സുകളാണ് ഉള്ളത്. അപ്പൊ ഒരു ഞായറാഴ്ച 5 വചനം വീതമാകുമ്പോൾ 40 ക്ലാസ്സുകൾ നമുക്ക് ഏകദേശം 200ഓളം വചനങ്ങൾ കുട്ടികൾ പഠിക്കും. വിത്ത് കൊട്ടേഷനാണ്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഈ വർഷം അവസാനം നമ്മളൊരു മത്സരം പോലെ നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം 155ഓളം വചനം പറഞ്ഞ ഒരു കുട്ടി തന്നെ നമുക്ക് 1ാം സ്ഥാനം നേടി സമ്മാനം കൊടുക്കുകയും ചെയ്യും. വചനം നന്നായിട്ട് കുട്ടികൾ പഠിക്കാൻ പ്രേരണ കിട്ടുന്നു. അത് നമ്മൾ വിചാരിച്ചത് കുർബാന വിശുദ്ധ കഴിയുമ്പോൾ അസംബ്ലി കൂടുന്ന സമയത്താണ് ഇത് ചെയ്യാറ്. ഓക്കെ, വെരി ഗുഡ്. കൂടാതെ നിങ്ങൾ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർ സ്പെഷ്യൽ ഒരു ടാഗ് നിങ്ങൾ ധരിച്ചത് കാണുന്നു. വളരെ മനോഹരമായിട്ടുണ്ട് ടാഗ്. അപ്പൊ ഈ ഒരു ഇത് അധ്യാപകർക്ക് വേണ്ടി ഉള്ളതാണോ അതല്ല എങ്ങനെ അതിന്റെ കാര്യങ്ങൾ? അധ്യാപകർക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്. നമ്മളിത് ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളെ അധ്യാപകരെ പെട്ടെന്ന് തിരിച്ചറിയില്ല. അപ്പൊ ഈ ബാഡ്ജ് ഉള്ളത് കൊണ്ട് നമുക്ക് കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും കാര്യം പറയാനോ അല്ലെങ്കിൽ അവരെ ഐഡന്റിഫിക്കാനൊക്കെ ഒരു വളരെ നല്ലതാണ്. അപ്പൊ ഓരോ അധ്യാപകർക്കും യൂണിഫോം കൂടാതെ തന്നെ ഒരു ബാഡ്ജ് ഉണ്ട്. ഓക്കെ സാറേ. അപ്പം വളരെ ഭംഗിയായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ മേഖലയിലെ സൺഡേ സ്കൂള് ജിൽ സച്ചിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ വളരെ കാര്യക്ഷമമായി ശ്രദ്ധേയമായ രീതിയിൽ ചെയ്യുന്നതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. തുടർന്നും നന്നായിട്ട് ഈ ശുശ്രൂഷ മുന്നോട്ട് ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ ആശയങ്ങളൊക്കെ റോഡി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.